മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിനെ കാണാൻ വേണ്ടി മേഘനാഥനും അവന്റെ സുഹൃത്തും കൂടി പോവുകയാണ്. എന്തായാലും ഇത് മേഘന്റെ അവസാന ശ്രമമാണ്. സാഗർ ആണെങ്കിൽ ഇനി ഒരു കാരണവശാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്രയ്ക്കുമാണ് അവൾ അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, നിനക്ക് അവളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്, അതുകൊണ്ടാണ് അവൾ കണ്ണനോട് ഈ നടന്ന കാര്യങ്ങളൊന്നും പറയാത്തത്. എന്തായാലും നീ അവളുടെ മുന്നിൽ മനസ്സ് തുറന്നു കഴിഞ്ഞു, ഇനി അവളും അധികം വൈകാതെ തന്നെ മനസ്സ് തുറക്കും എന്നൊക്കെ പറയുകയാണ്. സാഗർ ആണെങ്കിൽ അതെല്ലാം വിശ്വസിച്ച് വീണ്ടും ഒരു കളി തുടങ്ങാനായിട്ട് പ്രതീക്ഷയിൽ ഒരുങ്ങുകയാണ്. പിന്നീട് കമലേശ്വരത്ത് കരുണയുടെ പരാതി പരിഹരിച്ചുകൊണ്ട് മോഹിനി അവിടേക്ക് എത്തുന്നുണ്ട്. കരുണയ്ക്ക് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് മോഹിനി എത്തുന്നത്. കരുണയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. മോഹിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേട്ട് കൊണ്ടുവരുന്നുണ്ട് കരുണ. ഈ സമയം നമ്മുടെ മഹിയും അമ്മയെ കാണുന്നുണ്ട്. മഹി അമ്മയെ കണ്ടപാടെ ഓടി കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് അവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരുണയും പ്രതാപനും നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കണ്ണന്റെ ട്രീറ്റ്മെന്റ് നിർത്തിവെക്കണം. വെറുതെ ഓരോരോ ആഗ്രഹം കൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട, അവൻ ഉടനെ തന്നെ മരിച്ചു പോകുമെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് മഹി പറയുകയാണ്, ഞാൻ ട്രീറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ആരും എന്റെ കണ്ണേട്ടനെ അപകടപ്പെടുത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആക്കിക്കൊണ്ട് നമ്മുടെ പ്രതാപനെ നോക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ കരുണയും പ്രതാപനും ആകെ ഞെട്ടി നിൽക്കുകയാണ്.